ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈറ്റ് ഇത്തിരി കുറവുണ്ടോ? ഞാൻ ഇന്ന് ലൈറ്റ് ഓൺ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ലൈറ്റ് വിളിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് മുന്നേ ലൈറ്റ് മുഖം എന്തോ ഒരു ക്ലിയർ അല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ വീഡിയോ മാറ്റി വെച്ചോട്ടെ. യെസ്, ഇതാണ് കുറച്ച് മുന്നേ കറക്റ്റ്. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. വിശേഷങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വല്ലാത്തൊരു ഉത്സവ ലഹരിയിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരം അത്രയും വലിയൊരു ആഘോഷമാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ പൂരത്തിനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ തലേദിവസം ചമയം കാണാനും പന്തൽ കാണാനും സ്ക്രീനിലേക്ക് വരുന്നില്ല. നീ കുറച്ചുകൂടി കയറി നമ്മുടെ മടിയിലേക്ക് തല വെച്ചോ. നമ്മൾ തല കയറ്റി വെച്ചുതരാം, അല്ല കാല് തലോണ വെച്ചുതരാം. തലോണയിലേക്ക് ഇരിക്കും. കയറി പാടപ്പിന് അപ്പോൾ സുഖം ഉണ്ടാവും ഇങ്ങനെ ഇരിക്കാൻ. അയ്യോ ഉള്ള കുട്ടി കിടന്നു. അപ്പോൾ മോനും കൊണ്ട് പോട്ടാ. ഞാൻ പറമേക്കാണ്ട് ചമയം കാണിച്ചു കൊടുക്കും. പിന്നെ ഓട്ടോയിൽ തന്നെ പന്തൽ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളുണ്ട് പോരും. തിരുവമ്പാടിയിൽ ചിലപ്പോൾ കയറാറുള്ളൂ. കാരണം പിന്നെ എല്ലായിടത്തും കയറ്റി ഇറക്കാൻ തന്നെ അവരും എനിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടി ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നിപ്പം വലിയൊരു വിഷമിപ്പിക്കുന്ന ന്യൂസ് കേട്ടത്. തിരുവമ്പാടി വിഭാഗക്കാരുടെ വെടികെട്ടവർക്ക് തീ പിടിച്ച് ഇപ്പോഴത്തെ ഒരു അറിവ് പ്രകാരം 10 പേര് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങളുടെ രണ്ടാമത്തെ ചേച്ചിയോട് മുണ്ടത്തിയോടാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മകനെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ചേച്ചി ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുക. ഒരു ഷെഡോ എന്തോ ഒരു വീട് പോലെ എന്തോ സംഭവങ്ങളുണ്ട്, അതും കൂടി ഉണ്ട്. അതും കൂടി ഫയർഫോഴ്സുകാർക്കൊന്നും അടുക്കാൻ പറ്റണില്ല, കാരണം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ധാരാളുണ്ടായിരുന്നു. തിരുവമ്പാടി കമ്മിറ്റിയിലത്തെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അറിയില്ല കേട്ടോ, കാരണം നമ്മളതൊന്നും വെറുതെ സ്ഥിരീകരിക്കാതെ പറയാൻ പാടില്ല. അങ്ങനെ കേൾക്കുന്നു, സത്യമാണോന്നൊന്നും അറിയില്ല. എന്തായാലും വളരെ വളരെ വിഷമിക്കുന്ന ഒരു ന്യൂസാണ്. പണ്ട് അനന്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതേപോലെ പാർമേക്കാവ് അതിവിടെ ഞങ്ങളുടെ അടുത്ത പാടുകാട് എന്ന് പറയും. ഇതേപോലെ തീ പിടിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റന്നാളാണ് സാമ്പിൾ വെടിക്കെട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോൾ സാമ്പിൾ വെടിക്കെട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ശരിക്കും ഈ വെടിക്കെട്ടിനോട് എനിക്കിഷ്ടമില്ല കേട്ടോ. എനിക്ക് വെടിക്കെട്ട് ഇഷ്ടമേ അല്ല. ചെറിയ വെടിക്കെട്ടായാലും എന്തിന് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. സൗണ്ട്, പിന്നെ അപകടം, പിന്നെ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമാണ്. വെടിമരുന്നൊക്കെ തന്നെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാളിലൊക്കെ കഷ്ടമാണ് ആന. ആനനെനിക്ക് പൂരത്തിന് ആന എഴുന്നള്ളിച്ചിരിക്കണൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ആനപ്പുറത്ത് ഞാൻ പോകാറില്ല. ആനയുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ ചൂട്ടത്ത് ആനയെ നിർത്തി എഴുന്നള്ളിപ്പിക്കാൻ തന്നെ കാര്യം. അവർ താഴെ ഈ ചുവന്ന സംഭവം വിരിക്കും. അതിലേക്ക് കാലിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും ആനയ്ക്ക് പൂരത്തിനൊക്കെ വളരെ കെയർ ചെയ്തിട്ടാണ് ആനനെ അവർ നോക്കുക. എങ്കിൽ തന്നെയും മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കണ്ടേ, അതൊക്കെ ഒരു വലിയ വിഷമം തന്നെയുള്ള കാര്യമാണ്. ആനനെ എഴുന്നള്ളിക്കുന്നത് കാണാൻ നല്ല ഭംഗി വയ്ക്കുകയാണ്. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വെടിക്കെട്ട് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ വെടിക്കെട്ട്? പറയും ഇല്ല. നേരിട്ട് കാണാൻ ഇഷ്ടമില്ല, ടി വിയിലൂടെ കാണാൻ കുഴപ്പമില്ല. പക്ഷെ അത് അപകടമാണോ അല്ലേ? അല്ലേ? നേരിട്ട് അതിന്റെ ശബ്ദം കേൾക്കാത്ത നേരിട്ട് വിഷുവിന് പടക്കം പൊട്ടുമ്പോൾ ഇവിടെ നിന്ന് ഞെട്ടും. ഒരു പടക്കം പൊട്ടിക്കും മുറിഞ്ഞിട്ട്, അടുത്ത പടക്കം മുറിഞ്ഞിട്ട്, അങ്ങനെയാണ് കേട്ടോ ഈ പറയണത്. ഇപ്പം ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഇതൊക്കെ അങ്ങനെ കെട്ടടങ്ങിയ പോലെ. കാരണം ജീവനുകളല്ലേ, മനുഷ്യജീവനുകളല്ലേ നഷ്ടപ്പെട്ടത്. വല്ലാത്തൊരു വിഷമത്തിലേക്കായി. ഇനിയിപ്പം അതൊരു സാഡ് ന്യൂസ്. പിന്നെ നമ്മുടെ കോടാലിയിൽ ആ കൊച്ച് 8 വയസ്സുള്ള കുഞ്ഞി പാമ്പ് കടിച്ച് മരിച്ച സംഭവം, അതും നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മറ്റേ കുട്ടി കണ്ണ് തുറന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നു, അച്ഛനും അമ്മേനും കണ്ടു എന്നൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് ന്യൂസ് മാധ്യമങ്ങളോട് കിട്ടുന്നൊരു ന്യൂസാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കും, അനന്തിനോടും പറയും, ആ ചേട്ടനെ, ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടണേ, ആ അമ്മയ്ക്ക് അച്ഛനും ആ മകനെങ്കിലും തിരിച്ചു കൊടുക്കണേന്ന്. നമ്മളെല്ലാവരും ജനലൊക്കെ നന്നായി അടയ്ക്കണം കേട്ടോ. നമുക്ക് ജനൽ ഒരെണ്ണം തുറന്നിടുകയാണെങ്കിൽ അതിൽ മോസ്കിറ്റോ നെറ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ അനന്തൂന് ചൂടൊക്കെ തീരെ പറ്റാത്ത കാരണം മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് തന്നെ തുറന്നിടുക. ഞങ്ങളുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. വെളികാട്ടിൻ്റെ കുട്ടീനെ ഞങ്ങൾ ഒരു കഴിഞ്ഞ നവംബറിൽ വീടിനകത്ത് വർക്ക് ഏരിയയിൽ കണ്ടു. അത് ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ടെന്ന് വേസ്റ്റ് പാത്രം. ആ പാത്രം എടുത്ത് ഞാൻ തന്നെ അകത്ത് വെച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ എവിടെയോ ഇരുന്നിരുന്നു ഈ സംഭവം. അന്തൂനെടുത്ത് അങ്ങോട്ട് ആ റൂമിലേക്ക് പോകുമ്പോഴാണ്
അരിച്ച് അങ്ങനെ അഴിഞ്ഞ് പോണുണ്ട്. ചേച്ചി എന്നിട്ട് രാത്രി തല്ലുമില്ല ചെയ്ത പാമ്പിനെ കൊന്നൊന്നും പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. അതുവരെ പറഞ്ഞ കേസാവും. പാമ്പിനെ 1,00,000 രൂപ പഴയ പാമ്പിനെ പിന്നെ മനുഷ്യർ മരിക്കില്ലേ? അതൊന്നും കുഴപ്പമില്ല. മൃഗത്തിനല്ലേ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫെബ്രുവരി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മൂർക്കനെ കണ്ടു. വലിയ മൂർക്കനായിരുന്നു, പിള്ളേരും മൂർക്കൻ. അത് പിന്നെ പാമ്പ് പിടുത്തക്കാർ വന്ന് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്നിൽ റെയിലാണ്. അപ്പോൾ റെയിലിൽ ഈ ട്രെയിനിൽ പോണൊരു ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ട് കണ്ടമാനം വേസ്റ്റുള്ളടത്ത് എലികൾ ഉണ്ടാവും. എലികളെ പിടിക്കാൻ പാമ്പുകളുണ്ടാവും. അപ്പോൾ പാമ്പ് നല്ല ശല്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണും ഞങ്ങൾ പാമ്പിനെ. എന്നാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീടും പരിസരവും ചുറ്റും വൃത്തിയാക്കിയിട്ട് വല്ല ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമ്പ് ചാഞ്ഞിരിക്കുന്ന ആ കൊമ്പുകളൊക്കെ വെട്ടണം. പിന്നെ ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമരിനോട് മതിലിനോട് അതായത് വീടിൻ്റെ ചുമരിനോട് ചേർന്ന് ചെടികൾ വെക്കാതിരിക്കുക. അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം. പിന്നെ ഒരു ഇതെല്ലാവരും ഇപ്പോൾ ടെറസ് വീടാണ്. ഓടിട്ട വീട് വളരെ കുറവാണ്. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ ഓടിട്ട വീടാണ്. അവരൊക്കെ എങ്ങനെ കഴിയണമെന്ന് വെച്ചാൽ പേടി വന്നു. നമുക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങൾ 3 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ. ഇപ്പോൾ അത് പ്രസവിച്ചൊരു കുട്ടിയും കൂടി ഉണ്ട്. അതിന് 3 കുട്ടികളുണ്ട്. ദൈവമേ ഒരാപത്തും കൂടാതെ എല്ലാവരും കത്തോളിന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണേ. കേൾക്കാൻ വയ്യ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് മനസ്സിന്. കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവങ്ങളെ പോലെയാണ്. എൻ്റെ അനന്തിൻ്റെ മുഖം നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഒരു സെക്കൻഡ് ഇട്ട് ഞാൻ ഈ ക്യാമറ ഒന്ന് കത്തി വയ്ക്കാം. എൻ്റെ മുഖം കാണുന്നുള്ളൂ, അനന്തിൻ്റെ മുഖം കാണുന്നില്ല. അനന്തൂനെ കാണാണ്ട് ഇപ്പോൾ അനന്തൂട്ടനെ കാണാണ്ട്. അനന്തൂട്ടല്ലേ എനിക്ക് എന്ത് ആഘോഷം, എന്ത് വീഡിയോ. അനന്തുവാണ് എൻ്റെ എല്ലാം. അനന്തുവാണ് എൻ്റെ ഓൾ ഇൻ ഓൾ. എൻ്റെ ജീവനാണ് ജീവൻ. എൻ്റെ ഹാർട്ട് ഞാൻ പറയും ഇവിടെയല്ല അടിക്കണേ, അവൻ്റെ ഹാർട്ടിലടിക്കണേന്ന്. കാരണം അവനൊരു പനി വന്നാൽ ഹാർട്ട് ഇടിപ്പ് കൂടും എനിക്ക്. അപ്പം അതേപോലെ അവനൊന്ന് തുമ്മിയ ഹാർട്ട് ഇടിപ്പ് കൂടും. അവൻ ചുമച്ച ഹാർട്ട് ഒന്ന് വെറുതെ ചുമച്ച എന്താ പൊന്നെ പറ്റിയെന്ന് ചോദിച്ചില്ല ഞാൻ. അപ്പം ചുമക്കാനും പാടില്ല എന്ന് ചോദിക്കും അവൻ. അപ്പം എൻ്റെ ഹൃദയമാണ് ഈ ആനമുക്കൻ. ആനമുക്ക നല്ല പയ്യൻ. വീഡിയോ എടുക്കുമ്പോൾ ഫാൻ ഇടാൻ പറ്റാതെ പുഴുകി ചാവും. അപ്പം ഭയങ്കര നോയ്സ്, ഫാനിൻ്റെ നോയ്സ് വരുമ്പോഴേ ഞങ്ങൾ പറയുന്നത് ക്ലിയർ ആവില്ല. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ പറയാം. തൃശ്ശൂർ പൂരണ്ടാവും, വെടിക്കെട്ടുണ്ടാവില്ല. നമ്മൾ വളരെയധികം കെയർ ആയിരിക്കണം. നമ്മളിപ്പോൾ ചിലപ്പോൾ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ കറങ്ങുമ്പോൾ നമ്മൾ ആ അമ്മത്തെ ഡോറ് ഞങ്ങൾക്ക് നെറ്റ് ഉണ്ട് ഫ്രണ്ടിൽ, ബാക്കിൽ ഗ്രില്ല, അത് അടച്ചിടണം. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ ഞാൻ അപ്പം തന്നെ അത് കുറ്റിയിടും. കാരണം ഇങ്ങനെ കാണുന്ന കാരണം ഫ്രണ്ടായാലും ബാക്കായാലും പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തുനിന്ന് തന്നെ അത് കുറ്റിയിടും. വരുമ്പോഴേ തുറക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കൂടെ അവർ കയറിപ്പോവും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊരു അമ്മൂമ്മയുണ്ട്. അവർ ഗ്രില്ല് തുറന്നിട്ട് അവിടെ കിടക്കും. പിന്നെ എപ്പോഴെങ്കിലും വന്ന് അടയ്ക്കുക. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച അച്ഛൻ ബാത്റൂമിലേക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിൽ പാമ്പ്. എന്നിട്ട് അച്ഛനപ്പനെ ബെഡ്റൂമിൽ ഡോറടിച്ച് പുറത്തേക്ക് കിടന്നു. നല്ല പ്രായ അച്ഛനാട്ടാ. അതിന് പാമ്പ് പിടുത്തക്കാർ വന്നപ്പോൾ കുളിമുറിയിലൊന്നും കാണല്ലേ അച്ഛനും അലമാര അടിയിൽ പോയി കിടക്കുമായിരുന്നു. പക്ഷെ ചേരയാണ്. ചേര ആയാലും പേടിക്കാൻ അത് മതിയല്ലോ. അപ്പം എല്ലാവരും നന്നായി കെയറായിട്ടിരിക്കുക. ഡോറൊക്കെ അടച്ചിടുക. മോസ്കിറ്റോ നെറ്റ് ഇല്ലാത്ത ജനലാണെങ്കിൽ മാക്സിമം തുറന്നിടാതിരിക്കുക. തുറന്നിടുമ്പോൾ നമ്മളവിടെ ഉണ്ടായിരിക്കണം. കാര്യം നല്ല ചൂടാണ്, രക്ഷയില്ല. അപ്പോൾ പാമ്പുകളും അവർ ചൂട് തണുപ്പ് തേടി വന്നുകൊണ്ടേയിരിക്കും. അവരും ഒരു ജീവനാണ്. അവർ വേണമെന്ന് നമ്മളെ കൊത്താനായിട്ട് വരുന്നതൊന്നുമല്ല. അവർക്ക് വേദനിക്കുമ്പോൾ അവർ പിടിച്ച് കടിക്കുന്നതാണ്. എങ്കിലും നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. അപ്പം എല്ലാവരും നന്നായി കെയറായിട്ടിരിക്കുക. ആർക്കും ഒരു ആപത്തില്ലാതെ ഈശ്വരനെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഉണ്ടാവട്ടെ. നന്നായി കെയർ ആയിട്ടിരിക്കുക. എല്ലാവരും കെയർ ആയിട്ടിരിക്കുക കേട്ടോ. പറയണ്ട എന്തെങ്കിലും? അതിന് കണ്ണൻ്റെ ഒരു കഥ പറയാനുണ്ട്. അത് ഞങ്ങൾ നാളത്തെ വീഡിയോയിലിടാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ്ങായി പോകുമ്പോൾ നിങ്ങൾക്കത് കാണാനും മടിയും. കണ്ണന് ആരെ കുറിച്ചാണ് പറയാനുള്ളത്? പറയൂ. എൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല. വില്യമംഗലം സ്വാമിയാരും പിന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കണ്ണൻ്റെ കഥ തന്നെയാണ്. ഇപ്പോൾ വില്യമംഗലം സ്വാമിയാരുടെയും ഒരു പെൺകുട്ടിയുടെയും കഥ. അത് അവർക്ക് ശരിക്കും നടന്ന സംഭവമാണ്. മോനത് വേറൊരു സ്വാമി പറയണ കേട്ടിട്ടാണ് അവനത് അവൻ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടിട്ട് പഠിച്ചതിന് ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആ കഥയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാം ഞങ്ങൾക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കണം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നാളെ അതിൻ്റെ കഥ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കണം. ബൈ ബൈ ബൈ.